ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തിരുവാതിരയാണ്. ഇപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. രാവിലത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം. റവ മാവ് ഉണ്ടാക്കണം, മുതിര പുഴുക്ക് ഉണ്ടാക്കണം, പഴം പുഴുങ്ങണം, കൂവ വിരകും വേണം, ഇളനീരുണ്ട്, അതൊക്കെ വെട്ടണം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിൻ്റെ മുന്നേയായിട്ട് ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ റവ വറുത്തെടുത്തിട്ടുണ്ട്, പിന്നെ മുതിര വറുത്തെടുക്കാം, പിന്നെ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. എല്ലാവർക്കും തിരുവാതിരയല്ലേ? നിങ്ങളൊക്കെ എന്താണ് തിരുവാതിരേൻ്റെ അന്ന് ഉണ്ടാക്കാറ്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേപോലെയൊക്കെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ റവ വറുത്തെടുത്തു, മുതിര വറുത്തെടുത്തു, പിന്നെ പഴം പുഴുങ്ങാൻ വെച്ചു. ഇനി ഉപ്മാവിക്ക് വേണ്ടിയിട്ട് സവാളയും ക്യാരറ്റും ഇഞ്ചി പച്ചമുളക് ഒക്കെ അരിഞ്ഞെടുക്കുകയാണ്. ഉപ്മാവിക്കുള്ളതൊക്കെ അരിഞ്ഞൽ കഴിഞ്ഞു. അപ്പോഴേക്കും പഴമായിട്ടുണ്ട്. ഇനി ഉപ്മാവ് വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും ഉഴുന്നിട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയെടുത്തു. ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നാൽ മതി. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ക്യാരറ്റ് ഇട്ടു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ആയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് റവ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് റവ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിലേക്ക് മുതിര ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടു, പച്ചമുളകും കീറിയിട്ട് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 5-6 വിസിലടിക്കട്ടെ. മുതിര വേകുമ്പോഴേക്കും കൂവ വിരകാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടി കൂവ ഒന്ന് വെള്ളത്തിൽ കലക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുത്തപ്പോൾ അത് മധുരം കുറവാണ്. രണ്ടാമത് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഉരുകി വരുമ്പോഴേക്കും നാളികേരം നുറുക്കിയിട്ട് കൊടുക്കാം. അതിന് നാളികേരം ഉടച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റി വെച്ച് ചെറുതാക്കി നുറുക്കിയാണ്ട് കുവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കിയതും ഒഴിച്ചു കൊടുത്ത് മധുരം നോക്കി സെറ്റാക്കി നന്നായിട്ട് വിരകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തിരുവാതിര സ്പെഷ്യൽ രാവിലത്തേത് ഞങ്ങളത് സെറ്റായിട്ടുണ്ട്. റവ ഉപ്മാവും പഴം പുഴുങ്ങിയതും മുതിരപ്പുഴുക്കും അതിലേക്ക് നാളികേരം വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പൂവമ്പഴം ഉണ്ടായിരുന്നു, അതും കരിക്കിൻ്റെ വെള്ളവും കരിക്കും എല്ലാം അതും സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. ശുഭണ്ണ നേരത്തെ കഴിച്ചവർ പോയി. ഞങ്ങളെല്ലാവരും ഇരിക്കുകയാണ്. കുട്ടികളും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും തിരുവാതിര ആഘോഷിച്ചോ? എല്ലാവർക്കും സൂപ്പറായില്ലേ? അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.